Okay, our topic is diversity techniques, time, frequency, and space. ഇതാണ് ടോപ്പിക് ഡൈവേഴ്സിറ്റി ടെക്നിക്സ്. അപ്പോൾ രണ്ട് ആൻറ്റിനാസ് ഒരേ ലൈൻ ഓഫ് സൈറ്റിലാണ്. അപ്പം ആൻറ്റിനാസിൻ്റെ ഒരേ ലൈനിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് പിന്നെ ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അപ്പോൾ ട്രാൻസ്മിറ്ററിന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന സിഗ്നൽ കറക്റ്റ് അവിടെ എത്തും. അല്ല, ഫെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടെ എത്തും. പക്ഷേ ഇപ്പോൾ ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും രണ്ടും രണ്ട് ആൾട്ടിറ്റ്യൂഡിലുമാണ്. പിന്നെ ഒബ്സ്ട്രക്റ്റേഴ്സ് ലൈക്ക് മൗണ്ടൻസ്, ബിൽഡിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരുമ്പം സിഗ്നൽ ഫെയ്ഡായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കൊടുക്കുന്ന സിഗ്നൽ കറക്റ്റ് ആ റിസീവറിൽ എത്തുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് ഡൈവേഴ്സിറ്റി ടെക്നിക്സ്. Diversity techniques are used in wireless communication systems primarily to improve performance over a fading radio channel. Okay. In such a system, the receiver is provided with multiple copies of same information signal, which are transmitted over two or more real or virtual communication channel. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ receiver is provided with multiple copies of ആ സെയിം ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ പല കോപ്പീസും ഉണ്ടാവും. ആൻഡ് ദിസ് ട്രാൻസ്മിറ്റർ ഒന്നായിരിക്കില്ല, ചിലപ്പോൾ 2 3 അങ്ങനെ കുറേ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. അതേമാതിരി റിസീവറും 2 3 അങ്ങനെ എം വരെ. എം മീൻസ് ഒരു നമ്പറല്ല, എത്രയും പോവാം. പിന്നെ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ, പല ചാനൽ വഴി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫ്രീക്വൻസി ഓർ മൾട്ടിപാത്ത് ഡൈവേഴ്സിറ്റി, ടൈം ഓർ ടെമ്പറൽ ഡൈവേഴ്സിറ്റി, സ്പേസ് ഓർ സ്പാർഷ്യൽ ഡൈവേഴ്സിറ്റി, പോളറൈസേഷൻ ഡൈവേഴ്സിറ്റി, ആംഗിൾ ഡൈവേഴ്സിറ്റി, ആൻറ്റന ഡൈവേഴ്സിറ്റി. ഇതിൽ ആദ്യത്തെ 3 നമ്മൾ നോക്കുന്നത്. ഫ്രീക്വൻസി ഓർ മൾട്ടിപ്പിൾ ഡൈവേഴ്സിറ്റി, time or temporal diversity, space or spatial diversity. അതേ ഫ്രീക്വൻസി ഡൈവേഴ്സിറ്റി നോക്കാം. Okay, frequency diversity. The information bearing signal is transmitted using several carriers that are spaced apart from each other to provide independently fading version of signal. ട്രാൻസ്മിറ്ററിന് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ഡിഫറെൻറ്റ് വേസിലാണ് പോവുക, ഡിഫറെൻറ്റ് പാത്തിലൂടെ. അതായത് സെവറൽ ക്യാരിയേഴ്സ് ഉണ്ടാവും. ആ ഒരു സിഗ്നലിന് സെവറൽ ക്യാരിയേഴ്സ് ഉണ്ടാവും. അത് വ്യത്യസ്ത ലൊക്കേഷനിലാണ് വെക്കുക. അങ്ങനെ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഓരോ ക്യാരിയേഴ്സിൽ നിന്നും റിസീവറിലേക്ക് പോകുന്ന സിഗ്നലിൻ്റെ ഫെയ്ഡിങ്ങിന് വ്യത്യാസം ഉണ്ടാവും. ചിലത് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ചെയ്യും, ചിലത് അത്ര തന്നെ ഫെയ്ഡ് ആവില്ല, കുറച്ച് ഫെയ്ഡ് ആവുള്ളൂ. അതാണ് സംഭവം. പിന്നെ transmitted signal with different frequencies are affected different ways in frequency domains. പിന്നെ വൈഡ് ബാൻഡ് സിഗ്നലിൻ്റെ ട്രാൻസ്മിഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ്. Transmission of a wide band signal is given by the following equation, where the bandwidth is more than coherence bandwidth delta fc of the previously used channel, and this results a frequency selective fading. Delta fc approximately equal to 1 by Tm. To approximate the maximum achievable diversity order for multipath diversity, L is equal to Tmw plus 1. Okay. Transmission of wide band signal is given by the following equation, where the bandwidth is more than coherence bandwidth delta fc
of the previously used channel, and this result a frequency selective fading delta fc approximately equal to 1 by tm. പിന്നെ to approximate the maximum achievable diversity order for multipart diversity എങ്കിൽ L is equal to tm w plus 1. പിന്നെ ചാനൽ ഇക്വലൈസേഷൻ ആണ് വേറൊരു അപ്രോച്ച്. മൾട്ടിപാർട്ട് ഡൈവേഴ്സിറ്റി കിട്ടാനുള്ള വേറൊരു അപ്രോച്ച് ചാനൽ ഇക്വലൈസേഷൻ ആണ്. ചാനൽ ഇക്വലൈസേഷൻ ഈസ് അനദർ അപ്രോച്ച് ടു അച്ചീവ് മൾട്ടിപാർട്ട് ഡൈവേഴ്സിറ്റി. പിന്നെ റിസീവറിൽ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ടാവും. A filter is used at the receiver to make channel equalization and compensate the channel impairment. This process combines the multipath of signals and reduces the inter-symbol interference (ISL) and produces diversity. This process combines the multipath of signal and reduces the inter-symbol interference and produce diversity. The information signals are modulated to different carriers M in frequency diversity and different signals undergo independent fading. ആദ്യം പറഞ്ഞത് ഡിഫറെൻറ്റ് കാരിയേഴ്സിലൂടെ പോകും, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഫേഡിങ് ആവും. ഒരു മൂന്ന് കാരിയേഴ്സിലൂടെ പോകുമ്പോൾ മൂന്ന് സിഗ്നലിൽ ഫേഡിങ് വ്യത്യാസം ഉണ്ടാവും. ചിലത് ഒന്നിപ്പോൾ മീഡിയം, ഹൈ, ലോ അങ്ങനെ. The carrier should be separated by at least coherent bandwidth from each other L. Copies of signals are optimally combined at the receiver make a static decision. The carrier should be separated by at least coherent bandwidth from each other. അതായത് ഓരോന്നിൽ നിന്നും coherent bandwidth separate ചെയ്യണം. Copies of signals are optimally combined at the receiver make a static decision. The maximum ratio combiner is the optimal combiner. ഇതാണ് ഒരു ഡയഗ്രാം. ഇതിന് ടൈം ഡൈവേഴ്സിറ്റി ആണ്. The same information bearing signal is transmitted in different time slots with interval between successive time slots being equal to or greater than the coherence time of the channel. ഈ സിഗ്നൽ, ഈ ഇൻഫർമേഷൻ ബിയർ ചെയ്യുന്ന സിഗ്നൽ സെയിം സിഗ്നൽ തന്നെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടിലാണ് അത് വിടുക. വിത്ത് ദ ഇൻ്റർവൽ between successive time slot being equal to or greater than coherence time of the channel. Coherence time of the channel ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ടോ ആയിരിക്കും ഒരു രണ്ട് ടൈം പീരീഡിൻ്റെ രണ്ട് ടൈമിൻ്റെ ഇടയിലേക്ക് interval between the successive time slot being equal to or greater than the coherence time of the channel. Time diversity use the repetition code for error control coding. Time diversity use the repetition code for error control coding. Interleaving and coding over symbols across different coherent time periods is used to obtain diversity. Interleaving and coding over symbols across different coherent time periods is used to obtain time diversity. Intentional redundancy is introduced in the transmitted signal to achieve time diversity in temporal domain. Intentional redundancy is introduced in the transmitted signal to achieve time diversity in temporal domain.
It can be done by repetition of channel coding. Channel coding repeat ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Redundancy. Channel coding. When there is an error control capability may be performed separately or with modulation. ഇതാണ് time diversity. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. In general, a desired signal is transmitted in m different periods of time diversity. Time diversity, same information bearing signal is transmitted in different time slot, with the interval between successive time slot being equal or greater than the coherent time of the channel. Space diversity ആണെങ്കിൽ സ്പേസ് ഡൈവേഴ്സിറ്റിയിൽ മൾട്ടിപ്പിൾ ട്രാൻസ്മിറ്റേഴ്സും റിസീവേഴ്സും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററും കുറേ റിസീവേഴ്സും, അല്ലെങ്കിൽ ഒരു റിസീവറും കുറേ ട്രാൻസ്മിറ്ററും, അല്ലെങ്കിൽ രണ്ടും കുറേ, അങ്ങനെയാണ് ഉണ്ടാവുക. അതും ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലാവും അത് വെച്ചിട്ടുണ്ടാവുക. Here multiple transmit or receive antennas or both are used, with spacing between adjacent antennas being chosen so as to ensure the independence of possible fading effect. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആൻറ്റീനയിലൂടെ പോകുന്നത് ഇപ്പം വല്ല ഫേഡിങ് കൂടുതലാണ്, അവിടെ വല്ല മൗണ്ടൻസോ ബിഗ് ഒബ്സ്റ്റക്കിൾസോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഫെയ്ഡായാലും അത് കിട്ടിയില്ലെങ്കിലും വേറെ ലൊക്കേഷനിലൂടെ പോകാൻ ചിലപ്പോൾ നമുക്ക് കിട്ടും. അതാണ്. Multiple antennas are used to transmit signals with carrying informations at the transmitter or receiver to provide multiple independent fading paths in space diversity. Multiple antennas are used to transmit signals with carrying informations at the transmitter or receiver to provide multiple independent fading paths in space diversity. This technique is used to provide significant performance gain with not sacrificing any variable bandwidth or transmitter power resources. This technique is used to provide significant performance gain with not sacrificing any variable bandwidth or the transmitter power sources. If we want to receive m copies of transmitted signals, then we need m number of antennas in space diversity system. Spelling mistake in the space interrupted. Okay. If we want to receive m copies of transmitted signals, then we need m number of antennas in space diversity system. അപ്പം m copies of signals ആണെങ്കിൽ m number of antennas വേണം, എന്നാലേ m number of signals കിട്ടുള്ളൂ. It is very important to keep enough space between the antennas so the received signal undergo independent fading. അതായത് ഡിഫറെൻറ്റ് സ്പേസസിൽ വെക്കണം. അടുത്ത് വെച്ചിട്ട് കാര്യമില്ല, അടുത്ത് വെച്ച് ഒരു ആൻറ്റിന വെച്ചിട്ട് കാര്യമില്ല, ഡിഫറെൻറ്റ് സ്ഥലത്ത് വെക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, 3 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. Receive diversity. It involves the use of single transmit antenna and multiple receive antenna. ഒരു ആൻറ്റിന ട്രാൻസ്മിറ്റ് ചെയ്യാം, പക്ഷേ റിസീവ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ഓഫ് ആൻറ്റിനാസ് ഉണ്ടാവും. അതാണ് റിസീവ് ഡൈവേഴ്സിറ്റി. ട്രാൻസ്മിറ്റ് ഡൈവേഴ്സിറ്റി. It involves the use of multiple transmit antenna and single receive antenna. ഒരു ആൻറ്റിന റിസീവ് ചെയ്യും, പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ നമ്പർ ഉണ്ടാവും. അതാണ് ട്രാൻസ്മിറ്റ് ഡൈവേഴ്സിറ്റി. Diversity on both transmit and receive. It combines the use of multiple antennas at both the transmitter and receiver. ഇതിൽ ട്രാൻസ്മിറ്ററും കുറച്ചെണ്ണം ഉണ്ടാവും, റിസീവറും കുറച്ചെണ്ണം ഉണ്ടാവും. അതാണ് ഡൈവേഴ്സിറ്റി ഓൺ ബോത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവർ. ഇതാണ് ഒരു സിമ്പിൾ ഡയഗ്രാം.
Okay, അതാണ് സ്പേസ് ഡൈവേഴ്സിറ്റി. ഫ്രീക്വൻസി ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ പറഞ്ഞു രണ്ട് പിക്ചർ ടൈം ഡൈവേഴ്സിറ്റി സ്പേസ് ഡൈവേഴ്സിറ്റി